അപ്പോൾ നമ്മൾ ഈ ഒരു എ ഫ്രെയിം കോട്ടേജിൻ്റെ പുറത്തുള്ള എല്ലാ ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാതെ ഈ വീഡിയോ ആണ് നിങ്ങൾ ഡയറക്റ്റ് കാണുന്നതെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് കണ്ട ശേഷം കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് സ്ട്രക്ചർ മനസ്സിലാവും. ഓക്കെ, നമുക്കിനി ഈ റൂമിലെ ഫെസിലിറ്റീസ്, ഹാള്, കിച്ചൺ ഫെസിലിറ്റീസ് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. വരും. നമ്മൾ ഈ ഒരു എ ഫ്രെയിം കോട്ടേജിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ആദ്യം നമ്മൾ എത്തുന്നത് ഇവിടുത്തെ ലിവിങ് ഏരിയയിലാണ്. ഈ ലിവിങ് ഏരിയയിലേക്ക് നോക്കുവാണെങ്കിൽ വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലക്ഷറി സോഫ സെറ്റ് നമുക്ക് കൊടുത്തത് കാണാം. ഫാമിലി ആയിട്ടാണെങ്കിലും കപ്പിൾസൊക്കെ ആയിട്ടാണെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് റിലാക്സ് ചെയ്യാനും സംസാരിച്ചിരിക്കാനൊക്കെ ഉള്ളൊരു ഫെസിലിറ്റീസാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഏകദേശം ഒരു 40-50 ഇഞ്ചിൻ്റെ ഉള്ളിലുള്ളൊരു ടി വിയും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ്. പിന്നെ ഇവിടെ ഈ ഒരു ഫ്രെയിമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അടുത്തൊരു ഏരിയയും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ രണ്ടാമത്തെ റൂമിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ നോക്കുവാണെങ്കിൽ ഒരു ഡൈനിങ് ഏരിയ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 6 പേർക്ക് വരെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇരിക്കാനും പിന്നെ ചെറിയ ചെസ്സും കാര്യങ്ങളൊക്കെ കളിക്കാനുള്ളൊരു ചെറിയൊരു ഗെയിം ഏരിയ ആയിട്ട് അവർ ഈ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാപ്ടോപ്പ് വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു വാഷ് ബേസും കൂടെ കൊടുത്തിട്ടുള്ളത് കാണാം. അതിനോട് ചേർന്നൊരു മിററും കാണാം. ഇതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല ഒരു ഓപ്പൺ ഒരു വിൻഡോ, അതായത് കംപ്ലീറ്റ് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു റൂമിൽ അവരൊരു വേസ്റ്റ് ബിന്നും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇതിൽ തന്നെ കൊണ്ടിടാം. ഇനി നമുക്ക് കിച്ചണും കൂടി ഒന്ന് കണ്ടുപോകാം. ഈ ഒരു എ ഫ്രെയിം കോട്ടേജ് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കിച്ചൺ ഫെസിലിറ്റീസും കൂടി അവർ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓവൻ, അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്ലാസ്, പ്ലേറ്റ്, എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് കെറ്റിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ടോസ്റ്ററും കൂടെ അവരിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള ടീ പൗഡർ, അതേപോലെ കോഫി പൗഡർ, ഷുഗറൊക്കെ അവർ ഈ ഒരു ചെറിയ കബോർഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ അവർ കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് കിച്ചണും യൂസ് ചെയ്യാം. കോംപ്ലിമെൻ്റായിട്ട് അവർ പൊതുവെ കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇനി അതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ കുക്കിംഗ് ഒക്കെ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിച്ചൺ ഫെസിലിറ്റീസ് ഒരുപാട് യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് അപ്പർ പോർഷനിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം. മുകളിലേക്ക് ഈ ഒരു ഭംഗിയുള്ള ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് കയറിയിട്ട് വേണം നമുക്ക് മുകളിലെത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ സ്റ്റെയറൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിലും അതേപോലെ ഫ്ലോറൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിലും കംപ്ലീറ്റ് ഡസ്റ്റ് ഫ്രീ ആണ്. വളരെ നീറ്റായിട്ട് അവർ ഈ ഏരിയ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്പർ പോർഷൻ എന്ന് പറയുന്നത്. വളരെ നല്ല ലാർജ് സ്പേസുള്ളൊരു ഏരിയ ആണ്. നിങ്ങളിപ്പോൾ 2 കപ്പിൾസ് അല്ല, ഇനി ഒരു 10 പേരടങ്ങുന്ന ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും. അപ്പോൾ അത്രയും പേർക്ക് ഇവിടെ വളരെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. ഈ നടുഭാഗത്തായിട്ട് തന്നെ 2 ചെയറും ചെറിയൊരു മിനി ടേബിളൊക്കെ കൊടുത്തതാണ്. നമുക്ക് ചെസ്സൊക്കെ കളിക്കാനും അല്ലെങ്കിൽ കോഫിയൊക്കെ കുടിച്ച് ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാരംസ് കളിക്കാനുള്ളൊരു ഫെസിലിറ്റീസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത്, അതായത് ഒരു ഉച്ചയൊക്കെ ആകുന്ന സമയത്താണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നല്ല ചൂടായിരിക്കും. അതിന് വേണ്ടിയിട്ടൊരു വലിയൊരു AC യും കൂടെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ചൂടായിട്ട് നമുക്ക് ഇതിലധികം നേരം നിൽക്കാൻ പറ്റില്ല. ഇനി ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ബാൽക്കണി വ്യൂ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇവിടെയാണ് ആ ബാൽക്കണി വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാൽക്കണീൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ ആ ഭാഗത്താണ് നമുക്ക് നല്ല മൗണ്ടൻ വ്യൂസൊക്കെ വരുന്നത്. പ്രത്യേകിച്ചും ഈവനിങ് ആകുമ്പോൾ സൺസെറ്റിൻ്റെ ആ ഒരു സമയത്തായിരിക്കും കുറച്ചുകൂടെ നല്ല കാണാനുള്ള കാഴ്ചകൾ ഉണ്ടാവുക. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് നമുക്കുണ്ട്. പടിഞ്ഞാറത്തറ ഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിലൊരു വ്യൂ പോയിൻ്റാണത്. പിന്നെ നിങ്ങൾക്ക് ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇവിടുന്ന് ഏകദേശം കുറച്ച് പോകാനുണ്ട്. ഒരു 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് അങ്ങനെ ട്രാവൽ ചെയ്യാനുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ട്രെക്കിംഗ് കൂടെ എൻജോയ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് സ്പെഷ്യൽ ജീപ്പോ മറ്റോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അറേഞ്ച് ചെയ്ത് തരും. അതും എക്സ്ട്രാ പേയ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബാൽക്കണി. ഇവിടെ കുറച്ചുകൂടെ സ്പേസ് കൂടുതലാണ് കേട്ടോ. അതുമാത്രമല്ല, ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ആദ്യത്തെ ബാൽക്കണിയിൽ നിന്ന് കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ വൈഡായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഈവനിങ് സമയമാകുമ്പോഴാണ് ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുക. കാരണം ആ ഭാഗത്തായിട്ടാണ് സൺസെറ്റൊക്കെ വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാകും കാണാം. പിന്നെ ഈ കുറച്ച് മുകളിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ്. കംപ്ലീറ്റ് മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത്രയും കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ബാൽക്കണിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് റൂമിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് അവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ടുള്ള വാം ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. വളരെ നല്ലൊരു ഇൻറ്റീരിയറാണ് ഇവിടെ മൊത്തത്തിൽ അവർ കൊടുത്തിട്ടുള്ളത്.
നിങ്ങൾക്ക് കിച്ചൻ്റെ ഭാഗത്തും ഒരു ഡോറ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഈ സൈഡിലും ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് വഴിയും നിങ്ങൾക്ക് പുറത്തേക്ക് സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ പോകാനുള്ളൊരു വഴിയാണ് കേട്ടോ. ഇനി നമ്മൾ റൂമിലേക്ക് കിടക്കുകയാണ്. നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഈ റൂമിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്പേസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ റൂമിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫാന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ AC അവർ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബെഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് 2 മിനി ടേബിളും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ചാർജിങ് പോർട്ടും അവർ കൊടുത്തതായിട്ട് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വർക്കിംഗ് സ്പേസും കൂടെ അവർ കൊടുത്തതായിട്ട് കാണാൻ പറ്റും. ലാപ്ടോപ്പും മറ്റും കണക്ട് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റീസ് അവരിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു കബോർഡ് എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ളൊരു ചെറിയൊരു ഷെൽഫ് പോലത്തെ രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലഗേജസും മറ്റുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യാം കേട്ടോ. അതും പോരാഞ്ഞിട്ട് ഇവിടെയും അവർ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വളരെ നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും അവർ നോക്കിയിട്ടുണ്ട്. വളരെ ഡസ്റ്റ് ഫ്രീ ആയിട്ടാണ് ഓരോ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ സൂക്ഷിച്ചിട്ടുള്ളത്. ഹൗസ് കീപ്പിംഗ് വളരെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഇവിടുത്തെ ബെഡിൻ്റെ കാര്യമാണ്. ബെഡിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് വളരെ മികച്ച രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലാണ് അവർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പില്ലോസൊക്കെ പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു കളർ മാച്ചിങ് ആയിട്ടാണ് കേട്ടോ ആ ഈ ഒരു റൂം മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ടും ഡസ്റ്റ് ഫ്രീ ആയിട്ടും അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്താണെങ്കിൽ നിങ്ങളുടെ കൂടെ ഇപ്പോൾ കുട്ടികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡ് കൊടുക്കാനുള്ള ഒരു സ്ഥലം കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ വരുന്നുണ്ട്. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ബാത്റൂമിന് ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ ഹീറ്ററൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഷവറും അതേപോലെ തന്നെ ഫ്ലഷൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ബാത്റൂം വളരെ നല്ല നീറ്റായിട്ടും ഡ്രൈ ആയിട്ടും അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ പുറത്തായിട്ട് ഇവിടെയാണ് അവർ നിങ്ങൾക്കുള്ള മിറർ കൊടുത്തിട്ടുള്ളത്. മിററും അതേപോലെ തന്നെ ചെറിയൊരു വാർഡ്രോബും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഫെസിലിറ്റീസാണ് അവർ ഈ ഒരു റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒന്നാമത്തെ റൂമിലെ എല്ലാ ഫെസിലിറ്റീസും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ രണ്ടാമത്തെ റൂമിലേക്ക് പോവുകയാണ്. ഈ ഒരു ലിവിങ് ഏരിയയ്ക്കുള്ളിലൂടെ വേണം നമ്മൾ രണ്ടാമത്തെ റൂമിലേക്ക് പോകാൻ. ഇതും വരുന്നത് സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഭാഗത്തേക്കുള്ള ഭാഗത്താണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ ആ എല്ലാ ഫെസിലിറ്റീസും അവർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. AC കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഫാന്, പിന്നെ 2 മിനി ടേബിളിനടുത്ത് തന്നെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ടും കൂടെ അവർ കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു ചെറിയൊരു ഫോണും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെഡിൻ്റെ നേരെ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്ക് ലഗേജസൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു കബോർഡും കൂടെ കൊടുത്തത് കാണാം. ഈ ഒരു ഏരിയയിലായിട്ട് ഈ ഒരു കോർണറിലായിട്ടാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ, അതായത് ലാപ്ടോപ്പ് വർക്കോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോർണറിൽ ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കബോർഡ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ലഗേജസൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഈ ഒരു ഫ്രെയിമിൻ്റെ എല്ലാ ഭാഗവും അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് സ്പേസ് വരുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടുകയാണെങ്കിൽ, കൂടുതൽ മെമ്പേഴ്സ് വരുവാണെങ്കിൽ എക്സ്ട്രാ ബെഡും കൂടെ അവർ ഈ ഒരു റൂമിൽ പ്രൊവൈഡ് ചെയ്യും. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ബെഡിൻ്റെ ഡെക്കറേഷനാണ്. ആദ്യത്തെ റൂമിൽ നമ്മൾ കണ്ടിരിക്കുന്ന അതേപോലെ വളരെ നല്ല നീറ്റായിട്ടും പ്രോപ്പറായിട്ടും അവർ ഈ ഒരു ബെഡ് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബ്ലാങ്കറ്റൊക്കെ വളരെ നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പില്ലോസൊക്കെ വളരെ പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഈ റൂമിൽ എല്ലാ ഫർണിച്ചേഴ്സും അതേപോലെ തന്നെ ഫ്ലോറൊക്കെ വളരെ ഡസ്റ്റ് ഫ്രീ ആണ്. വളരെ ക്ലീനും നീറ്റും ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൗസ് കീപ്പിങ്ങിന് നമുക്ക് അവർക്കൊരു വലിയൊരു ഷൗട്ട് ഔട്ട് കൊടുക്കും. ഇനി ഈ ഒരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് അവർ ഈ ഒരു മിറർ സ്റ്റാൻഡ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വെക്കണമെങ്കിൽ ഈ ഒരു കബോർഡിൽ നിങ്ങൾക്ക് വെക്കാം. ഇവിടെ അയൺ ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ അയൺ ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബാത്റൂമും ആദ്യത്തെ ബാത്റൂമിനെ പോലെ തന്നെ വളരെ നല്ല നീറ്റായിട്ടും ഡ്രൈ ആയിട്ടും അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി ഇൻസ്പെക്ഷൻ കഴിഞ്ഞാണ്, എല്ലാം വളരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു രണ്ടാമത്തെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബാൽക്കണി വ്യൂ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാൽക്കണിയിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ. നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് തോന്നുന്നു പടിഞ്ഞാറത്തറ ഭാഗം തോന്നുന്നു നമ്മൾ കംപ്ലീറ്റ് കാണുന്നത്. കുറച്ച് വ്യൂ പോയിൻ്റ് നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ താഴെയുള്ള നമ്മുടെ പൂള്, ഇൻഫിനിറ്റ് പൂള് വളരെ നല്ല രീതിയിൽ നമുക്കൊന്ന് ഇവിടുന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടിയതുപോലെ ഉണ്ട് പൂളിന്.
അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാൽക്കണിയിലൊക്കെ വന്നിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പല വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആസ്വദിച്ചൊരു ദിവസം എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. ഇത്രയും ഫെസിലിറ്റീസാണ് ഈ ഒരു എ ഫ്രെയിം കോട്ടേജിൽ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എ ഫ്രെയിം കോട്ടേജിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ അതിൻ്റെയും കൂടി ലിങ്ക് കൊടുത്തേക്കാം. അതും കൂടെ കണ്ട ശേഷം ഈ വീഡിയോ കാണണം. അപ്പോൾ ഇവിടെ മൊത്തത്തിലുള്ള സൗകര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ലൊരു പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലായിട്ട് നല്ലൊരു ഗാർഡൻ, കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ചെറിയൊരു പ്ലേയിങ് ഏരിയയും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എ ഫ്രെയിം കോട്ടേജിന് നേരെ ബാക്ക് സൈഡിലായിട്ടാണ് ഇൻഫിനിറ്റി ടൈപ്പ് പൂളും അതേപോലെ തന്നെ ബാർബിക്യൂ, ക്യാമ്പ് ഫയർ ഇതിനൊക്കെയുള്ള ഒരു ഏരിയ കൂടെ അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ റൂമിലേക്ക് വരികയാണെങ്കിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. അതും ലക്ഷറി ബെഡ്റൂമുകളാണ്. ഈ ഒരു ബെഡ്റൂമിൽ മാക്സിമം 5 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. അതിനുള്ള എക്സ്ട്രാ ബെഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് അവർ നല്ലൊരു കിച്ചണും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ ഒരു റിസോർട്ട്, ഈ ഒരു എ ഫ്രെയിം കോട്ടേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങൾ ഇപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിലും ശരി, അതേപോലെ കപ്പിൾസ് ആണെങ്കിലും ശരി, ഇനി ഫാമിലിയുടെ ചെറിയൊരു ഗ്രൂപ്പൊക്കെ ആണെങ്കിലും ശരി, എത്ര അഡൽട്ട് ഉണ്ടെന്നും കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഏജ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. അതിനനുസരിച്ച് ഏറ്റവും നല്ലൊരു ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വയനാട്ടിലെ സെലക്റ്റഡ് ആയിട്ടുള്ള നല്ല റിസോർട്ടുകളുടെ റിവ്യൂമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.